ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം IAS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേൾഡിലെ മൗണ്ടൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഏതൊക്കെയാണ് വേൾഡിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗണ്ടൻസ്, ഈ മൗണ്ടൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഈ മൗണ്ടൻസ് എവിടെയൊക്കെയാണ് കാണുന്നത്. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. എന്നാൽ നമ്മുടെ NCERT-യിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടുമില്ല. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അതായത് UPSC പ്രിലിംസിനും മെയിൻസിനും ഇത് ചോദിക്കാം. മെയിൻസിന് ഇതിനു മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട്. മെയിൻസിൽ ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് ഡിസ്കസ് ദ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോൾഡ് മൗണ്ടൻസ്. ഓക്കെ, ലോകത്തിലെ ഫോൾഡ് മൗണ്ടൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ മെയിൻസിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രിലിംസിൽ പല മൗണ്ടൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ലൊക്കേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ UPSCയെ സംബന്ധിച്ച് ഒരുപാട് റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, ഇനി UPSCയിൽ മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയ PSCയിലും SSCയിലൊക്കെ ഇതേ ടോപ്പിക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മൗണ്ടൻസ് ഇൻ ദ വേൾഡ്. അപ്പോൾ മൗണ്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൗണ്ടൻസിന്റെ ഡെഫിനിഷൻ ആണ്. കാരണം നമ്മൾ പഠിക്കുന്നത് UPSCക്കാണ്. UPSCയിൽ മൗണ്ടന്റെ ഡെഫിനിഷൻ എഴുതേണ്ടതായിട്ട് വരും. എല്ലാ ഭൂരൂപങ്ങളുടെയും ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് മൗണ്ടന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങളുടെ കുറേ പേരുടെയെങ്കിലും മനസ്സിൽ വരുന്ന ഒരു ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ എലവേറ്റഡ് പോർഷൻസ് ഓഫ് എർത്ത് ക്രസ്റ്റ്. അതായത് ഭൂമിയിലെ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളെയാണ് മൗണ്ടൻ എന്ന് പറയുന്നത്. അത് പാർഷ്യലി കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, മൗണ്ടൻസും ഉയർന്നിരിക്കുന്ന ഭൂമിയിലെ ഭാഗങ്ങളാണ്, അതുപോലെ തന്നെ പ്ലേറ്റ്യൂസും ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇത് രണ്ടും എലവേറ്റഡ് പോർഷൻസ് ഓഫ് എർത്ത് ക്രസ്റ്റ് ആണ്. രണ്ടിനും സ്റ്റീപ്പ് സ്ലോപ്സ് ഉണ്ട്. പിന്നെ രണ്ടും തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്താണ്? അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മൗണ്ടൻ ആണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ചുരുങ്ങിയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഹാസ് ലിമിറ്റഡ് സബ്മിറ്റ് ഏരിയ. അതിന്റെ മുകൾ ഭാഗം ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്താലേ ഡെഫിനിഷൻ ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ മൗണ്ടൻസ് ആർ ദി എലവേറ്റഡ് പോർഷൻസ് ഓഫ് എർത്ത് ക്രസ്റ്റ് വിച്ച് ഹാസ് സ്റ്റീപ്പ് സ്ലോപ്സ് ആൻഡ് ലിമിറ്റഡ് സബ്മിറ്റ് ഏരിയ. മൂന്ന് കാര്യങ്ങൾ: എലവേറ്റഡ് എർത്ത് ക്രസ്റ്റ് ആണ്, സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്, ലിമിറ്റഡ് സബ്മിറ്റ് ഏരിയ ആണ്. അതിനെയാണ് മൗണ്ടൻ എന്ന് പറയുക. ഇപ്പുറത്ത് നിങ്ങൾ കാണുന്ന പ്ലേറ്റു ആണ്. പ്ലേറ്റ്യൂവിന്റെ പ്രത്യേകത എന്താ? പ്ലേറ്റ്യൂസ് ആർ എലവേറ്റഡ് പോർഷൻസ് ഓഫ് എർത്ത് ക്രസ്റ്റ് വിത്ത് ലെവൽ സർഫസ്. അതായത് ഭൂമിയുടെ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളാണ്, പക്ഷെ അതിന്റെ സർഫസ് എന്ന് പറയുന്നത് ലെവൽ സർഫസ് ആണ്. ഇതാണ് മൗണ്ടനെ കുറിച്ച് പറയുന്നത്. ഇനി മൗണ്ടൻസിന് നമുക്ക് മെയിൻലി 4 ആയിട്ട് തിരിക്കാം. വി ക്യാൻ ക്ലാസിഫൈ മൗണ്ടൻസ് ഇൻ ടു 4. 4 ആയിട്ടാണ് നമ്മൾ മൗണ്ടൻസിനെ തിരിക്കുന്നത്: ഫോൾഡ് മൗണ്ടൻ, ബ്ലോക്ക് മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടൻ ആൻഡ് റെസിജ്വൽ മൗണ്ടൻ. ഇതാണ് നമ്മുടെ മൗണ്ടന്റെ 4 ക്ലാസിഫിക്കേഷൻ: ഫോൾഡ് മൗണ്ടൻ, ബ്ലോക്ക് മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടൻ ആൻഡ് റെസിജ്വൽ മൗണ്ടൻ. ഇതിൽ നിങ്ങൾ കുറെ പേരൊക്കെ ഫോൾഡ് മൗണ്ടൻ എന്താണ് എന്ന് കേട്ടിട്ടുണ്ടാവും. മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയും. എന്താണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പേരിൽ തന്നെയുണ്ട്. അതായത് എർത്തിന്റെ ക്രസ്റ്റ് ഫോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന മൗണ്ടനെയാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് വിളിക്കുക. ഓക്കെ, എർത്തിന്റെ ക്രസ്റ്റ് ഫോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന മൗണ്ടനാണ് ഫോൾഡ് മൗണ്ടൻ. അപ്പോൾ എർത്തിന്റെ ക്രസ്റ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യപ്പെടുക? എർത്തിന്റെ ക്രസ്റ്റ് ഫോൾഡ് ചെയ്യണമെങ്കിൽ 2 ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യണം. 2 ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന മൗണ്ടൻസിനെയാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ടെക്ടോണിക് ആക്ടിവിറ്റി. ടെക്ടോണിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രൂപപ്പെടുന്നത് പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെന്റ് വഴിയാണ് എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് ദ ഫോഴ്സസ് ആക്ടിങ് ഹിയർ ഈസ് കംപ്രഷണൽ ഫോഴ്സ്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ കൺവേർജൻസ് വഴിയാണ് ഇത് രൂപപ്പെടുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഡൈവേർജൻസ് വഴി ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവില്ല. ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും കൺവേർജൻസ് നടക്കണം. ഇനി ഈ മൗണ്ടൻസ് തന്നെ അറിയപ്പെടുന്നത് മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഫോൾഡ് മൗണ്ടൻസിനെ നമ്മൾ മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്? അതിന് കാരണം എന്ന് പറയുന്നത്, ലോകത്തിലെ ഉയരം കൂടിയ പർവ്വത നിരകളെല്ലാം തന്നെ ഫോൾഡ് മൗണ്ടൻസ് ആണ്. എക്സാമ്പിൾ ഹിമാലയ, അല്ലെ, ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ് ആണ്. അത് ഹിമാലയ എന്താണ്? ഫോൾഡ് മൗണ്ടനാ. ഇനി ആൽപ്സ്, അതെന്താണ്? ഫോൾഡ് മൗണ്ടനാ, ഉയരം കൂടിയ പർവ്വതനിരകളിൽ ഒന്നാണ്. ആൻഡീസ്, റോക്കീസ്, ഇതെല്ലാം തന്നെ എന്താണ്? ലോകത്തിൽ ഉയരമുള്ള പർവ്വതങ്ങളാണ്. ഇവരെല്ലാം തന്നെ ഫോൾഡ് മൗണ്ടൻസ് ആണ്. അതെന്തുകൊണ്ടാണ് ഫോൾഡ് മൗണ്ടൻസിന് ഉയരം കൂടുന്നത്? ഉയരം കൂടുന്നതുകൊണ്ടാണല്ലോ അതിനെ എന്ത് വിളിക്കുന്നത്? മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ ഉയരം കൂടുന്നത്?
അതിന്റെ ഉയരം കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്ലേറ്റ് ബൗണ്ടറി ആക്റ്റീവ് ആണ്. രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കണ്ടിന്യൂസ്ലി കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ കൺവേർജൻസ് കൊണ്ട് ഫോൾഡ് ഫോം ചെയ്യപ്പെടും, അതിന്റെ ഉയരം കൂടിക്കൊണ്ടിരിക്കും. എത്ര നാൾ ഈ കൺവേർജൻസ് പ്രോസസ്സ് നടക്കുന്നോ അത്രയും നാൾ ഇതിന്റെ ഉയരം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോൾഡ് മൗണ്ടൻസിനെ മെയിൻലി രണ്ടായിട്ട് തിരിക്കാം. ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്നും യങ് ഫോൾഡ് മൗണ്ടൻ എന്നും. എന്താണ് യങ് ഫോൾഡ് മൗണ്ടനും ഓൾഡ് ഫോൾഡ് മൗണ്ടനും തമ്മിലുള്ള വ്യത്യാസം? യങ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സ്റ്റിൽ റൈസിങ് അപ്പ്, അതിപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് യങ് ഫോൾഡ് മൗണ്ടൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ മൗണ്ടൻസിന്റെ ഉയരം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. എക്സാമ്പിൾ ഹിമാലയത്തിന്റെ ഉയരം കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മൗണ്ടൻസ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് ദ പ്ലേറ്റ് ബൗണ്ടറീസ് ആർ ആക്റ്റീവ്. കാരണം അവിടുത്തെ പ്ലേറ്റ് ബൗണ്ടറീസ് എങ്ങനെയാണ്? ആക്റ്റീവ് ആണ്. അതായത് ആ കൺവേർജൻസ് പ്രോസസ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹിമാലയത്തെ സംബന്ധിച്ചാണെങ്കിൽ യുറേഷ്യൻ പ്ലേറ്റ് ഇന്ത്യൻ പ്ലേറ്റ് തമ്മിൽ ഇപ്പോഴും കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കൺവേർജ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ യങ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റിൽ റൈസിങ് അപ്പ് ബിക്കോസ് ദ പ്ലേറ്റ് ബൗണ്ടറീസ് ആർ ആക്റ്റീവ്. പക്ഷെ ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെന്യൂഡേഷൻ മാത്രമാണ്. അതായത് അവരുടെ ഉയരം കൂടുന്നില്ല, അവിടെ ഉയരം കൂടുന്നില്ല. പണ്ട് എപ്പോഴോ രൂപപ്പെട്ട ഫോൾഡ് മൗണ്ടനാണ് ഓൾഡ് ഫോൾഡ് മൗണ്ടൻ. ആ പേര് തന്നെയുണ്ട്, ഓൾഡ് ഫോൾഡ് മൗണ്ടൻ. പണ്ട് എപ്പോഴോ രൂപപ്പെട്ട ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടനാണ്, ഫോൾഡ് മൗണ്ടനാണ്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പ്ലേറ്റ് ബൗണ്ടറി ഇനാക്റ്റീവ് ആവും. അവിടെ എന്ത് സംഭവിക്കും? പ്ലേറ്റ് ബൗണ്ടറി ഇനാക്റ്റീവ് ആവും. പ്ലേറ്റ് ബൗണ്ടറി ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉയരം കൂടില്ല. പകരം അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? വെതറിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറോഷൻ ആയിരിക്കും. അതായത് ഡെന്യൂഡേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഉയരം കുറയുകയാണ് ചെയ്യത്തുള്ളൂ. കാരണം വെതറിങ്, ഇറോഷൻ എന്ന പ്രോസസ്സൊക്കെ വഴി അതിന്റെ ഉയരം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുന്നത്. പിടി കിട്ടിയല്ലോ? അപ്പോൾ നമ്മൾ ഫോൾഡ് മൗണ്ടൻസിന് രണ്ടായി തിരിക്കുന്നു, ഓൾഡ് ഫോൾഡ് മൗണ്ടനും യങ് ഫോൾഡ് മൗണ്ടനും. യങ് ഫോൾഡ് മൗണ്ടൻ എന്നാൽ ദേ ആർ സ്റ്റിൽ റൈസിങ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും റൈസ് ചെയ്യുന്നത്? കാരണം ദ പ്ലേറ്റ് ബൗണ്ടറീസ് ആർ സ്റ്റിൽ ആക്റ്റീവ്. എന്നാൽ അതേസമയം ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ദ ഡെന്യൂഡേഷൻ പ്രോസസ് ഈസ് ഹാപ്പനിങ് ദെയർ. അവിടെ അതിന്റെ ഹൈറ്റ് കൂടുന്നില്ല. ഓക്കെ, കാരണം പ്ലേറ്റ് ബൗണ്ടറീസ് ആർ ഇനാക്റ്റീവ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട യങ് ഫോൾഡ് മൗണ്ടൻസ് നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ പ്രധാനപ്പെട്ട യങ് ഫോൾഡ് മൗണ്ടൻസ് ഒന്ന് റോക്കീസ്. റോക്കീസ് കാണുന്നത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ അറിയാം. എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ്. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട യങ് ഫോൾഡ് മൗണ്ടൻസിൽ വരുന്നതാണ് ഫസ്റ്റത്തെ നമ്മുടെ റോക്കീസ്. റോക്കീസ് എവിടെയാണ്? റോക്കീസ് വരുന്നത് നോർത്ത് അമേരിക്കയിലാണ്. അപ്പോൾ അത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രിലിംസിന് ചിലപ്പോൾ നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന് നോർത്ത് തുടങ്ങി സൗത്ത് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മലനിരകളാണ് റോക്കീസ്. ഇനി താഴെയായിട്ട് സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡിലായി കാണുന്ന മൗണ്ടൻസ് ആണ് ആര്? ആൻഡീസ്. ആൻഡീസ് ഇതും ഒരു യങ് ഫോൾഡ് മൗണ്ടനാണ്. ഇതെവിടെയാണ് കാണുന്നത്? സൗത്ത് അമേരിക്കയിൽ. സൗത്ത് അമേരിക്കയിൽ കാണുന്ന യങ് ഫോൾഡ് മൗണ്ടനാണ് ആൻഡീസ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലസ് മൗണ്ടൻസ് കാണാം. ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റിലായി കാണുന്ന മൗണ്ടൻസ് ആണ് അറ്റ്ലസ്. അപ്പൊ അതിന്റെ പൊസിഷൻ നോക്കണം. മാപ്പിങ്ങിൽ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്രിക്കയുടെ സൗത്ത് വെസ്റ്റിലാണ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിലാണെന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാൽ തെറ്റാ. ആഫ്രിക്കയുടെ എവിടെയാണ് കാണുന്നത്? ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റിലായിട്ടാണ് കാണുന്നത്. അപ്പൊ അറ്റ്ലസ് മൗണ്ടൻസ് ആഫ്രിക്കയിലാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആള് ആര്? ഹിമാലയ. ഹിമാലയ എവിടെ ഇരിക്കുന്നത്? ഏഷ്യയിൽ അല്ലെ? ഹിമാലയാസ് അത് ഏഷ്യയിലാണ് ഇരിക്കുന്നത്. ഇനി ഒരു യങ് ഫോൾഡ് മൗണ്ടനും കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് ആൽപ്സ് ആണ്. കണ്ടോ? ആൽപ്സ് എവിടെയാണ്? ആൽപ്സ് ഇരിക്കുന്നത് യൂറോപ്പിലാണ്. അപ്പൊ ഇത്രയാണ് യങ് ഫോൾഡ് മൗണ്ടൻസ്. ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻസ് ആണ് റോക്കീസ് ഇൻ നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ ആൻഡീസ് ഇൻ സൗത്ത് അമേരിക്ക, അറ്റ്ലസ് ഇൻ ആഫ്രിക്ക, ആൽപ്സ് ഇൻ യൂറോപ്പ്. ഓക്കെ. ഇനി ലോകത്തിലെ ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ഏതൊക്കെയാണ്? ലോകത്തിൽ കാണപ്പെടുന്ന മെയിൻ ഓൾഡ് ഫോൾഡ് മൗണ്ടനാണ് ഒന്ന് അപ്പലാച്ചിയൻസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്ന അപ്പലാച്ചിയൻ മൗണ്ടൻസ്. പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന ഉറാൽ മൗണ്ടൻസ്, ഈ കാണുന്ന ഉറാൽ മൗണ്ടൻസ്. പിന്നെ ഇന്ത്യയിൽ ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ഉണ്ട്, ആരവല്ലി. ആരവല്ലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര കൂടെയാണ് ആരവല്ലി. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ്, ഓക്കെ, ഇന്ത്യയിൽ വരുന്ന ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ആണ് ഒന്ന് ആരവല്ലി. ആരവല്ലി എവിടെയാണ് വരുന്നത്? ആര്യവല്ലി ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ വരുന്ന ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ആണ്
ആരവല്ലി. ആരവല്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് മൗണ്ടൻ ഇൻ ഇന്ത്യയാണ്. ഇനി വേറെ രാജ്യങ്ങളിൽ വരുന്ന ഓൾഡ് ഫോൾഡ് മൗണ്ടൻ നമ്മൾ പറഞ്ഞു, ഉറാൽ മൗണ്ടൻ. ഉറാൽ മൗണ്ടൻ എവിടെയാണ്? അത് ഇന്ത്യയിലല്ല, അത് റഷ്യയിലാണ് ഉറാൽ മൗണ്ടൻ. ഉറാൽ മൗണ്ടൻ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്ന മൗണ്ടൻ ആണ് ഉറാൽ മൗണ്ടൻ. ഇറ്റ് ഫോംസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഏഷ്യയും യൂറോപ്പിനെയും തരംതിരിക്കുന്ന ബൗണ്ടറിയാണ്, നാച്ചുറൽ ബൗണ്ടറിയാണ് ഉറാൽ മൗണ്ടൻ. അത് റഷ്യയിലാണ്. അതുപോലെ തന്നെ അപ്പലാച്ചിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ലാണ്. ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പലാച്ചിയൻസ്, നോർത്ത് അമേരിക്കയിൽ. അത് ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ മൗണ്ടനും എന്താണെന്ന് അറിയണം, അത് കാണുന്ന റീജിയൻ അറിയണം. അപ്പോൾ ഇതാണ് ഫോൾഡ് മൗണ്ടനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് ബ്ലോക്ക് മൗണ്ടൻ. എന്താണ് ബ്ലോക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുന്നത് ഫോൾഡ് കൊണ്ടാണ്. പക്ഷെ ബ്ലോക്ക് മൗണ്ടൻസ് രൂപപ്പെടാനുള്ള കാരണം ഫോൾട്ടാണ്. ഫോൾട്ടിങ് കൊണ്ടാണ് ബ്ലോക്ക് മൗണ്ടൻസ് രൂപപ്പെടുന്നത്. അപ്പൊ എന്താണ് ഫോൾട്ടിങ് എന്ന് പറയുന്നത്? ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ക്രാക്ക് എന്നാണ് അർത്ഥം. അതായത് രണ്ട് ക്രസ്റ്റിനിടയിൽ ക്രാക്ക് വീഴുന്നതിനെയാണ് നമ്മൾ ഫോൾട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് മൗണ്ടൻസ് ഉണ്ടാവുന്നത് ഫോൾട്ടിങ്ങും കൊണ്ടാണ്, ക്രാക്ക് വീഴുന്നതുകൊണ്ടാണ്. ഇനി എന്തുകൊണ്ട് ക്രാക്ക് വീഴാം? ക്രാക്ക് വീഴാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ഡൈവേർജൻസ്, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഡൈവേർജൻസ് കൊണ്ട് എന്തുണ്ടാവാം? ക്രാക്ക് വീഴാം. അല്ലെങ്കിൽ കംപ്രഷൻ, അതായത് എന്താ പറയുക, സ്ട്രെസ് കൊടുക്കുന്നത് കൊണ്ടും ക്രസ്റ്റ് ഒടിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്, അത് നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് കീറിപ്പോവും. ഇനി ആ സമയം നമ്മുടെ കയ്യിൽ ഒരു പലകയുണ്ട്. പലക എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞൊരു ഷീറ്റ് ഉണ്ട്, ഒരു മൈക്കയുടെ ഷീറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ആദ്യം അത് വളയും, കുറേ പിടിച്ച് കഴിഞ്ഞാൽ അത് ഒടിയും, അല്ലേ? സെയിം സംഭവമാണ്. അതായത് നമ്മൾ പിടിച്ച് വലിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റൻഷണൽ ഫോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഡൈവേർജൻസ് കൊണ്ട് എർത്തിന്റെ ക്രസ്റ്റിൽ വിള്ളൽ വീഴാം. അല്ലെങ്കിൽ കൺവേർജൻസ് കൊണ്ട്, നമ്മൾ കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുന്നതുകൊണ്ടും എർത്തിന്റെ ക്രസ്റ്റ് ബെൻഡ് ചെയ്തതിന് ശേഷം ഒടിയാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒടിഞ്ഞതിന് ശേഷം എർത്തിന്റെ ക്രസ്റ്റ് രണ്ടായി പൊളിയും, അതിനെ രണ്ട് ഭാഗമായിട്ട് മാറും. അതിലേതെങ്കിലും ഒരു ഭാഗം പൊങ്ങി വരും, മറ്റേ ഭാഗം താന്നു പോവും. ആ പൊങ്ങി വരുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് മൗണ്ടൻ. ഓക്കെ, എർത്തിന്റെ ക്രസ്റ്റിൽ ഫോൾട്ട് വീണതിന് ശേഷം ഒരു ഭാഗം പൊങ്ങി വരാം. ആ പൊങ്ങി വരുന്ന ഭാഗത്തെയാണ് നമ്മൾ ബ്ലോക്ക് മൗണ്ടൻ എന്ന് വിളിക്കുക. താന്നു പോകുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്റ്റ് വാലി. എന്താണ് നമ്മൾ വിളിക്കുക? താന്നു പോകുന്ന ഭാഗത്തെ റിഫ്റ്റ് വാലി എന്ന് വിളിക്കും. ഇനി ബ്ലോക്ക് മൗണ്ടനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. ബ്ലോക്ക് മൗണ്ടൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോസ്റ്റ്. ബ്ലോക്ക് മൗണ്ടനെ നമ്മൾ ഹോസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ചിലപ്പോൾ പരീക്ഷാ പേപ്പറിൽ ഹോസ്റ്റ് എന്നായിരിക്കും തരിക. അതുപോലെ നമ്മുടെ റിഫ്റ്റ് വാലിയെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗ്രാബൻ. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗ്രാബൻ. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് ബ്ലോക്ക് മൗണ്ടൻസ് ഫോം ചെയ്യുന്നത്. ബ്ലോക്ക് മൗണ്ടൻസ് ഫോം ചെയ്യുന്ന ഫോൾട്ടിങ് വഴിയാണ്. ഫോൾട്ടിങ് എങ്ങനെയൊക്കെ നടക്കാം? കംപ്രഷൻ വഴിയും നടക്കാം, എക്സ്പാൻഷൻ വഴിയും നടക്കാം. ഈ രണ്ട് പ്രോസസ്സിലും ഫോൾട്ട് രൂപപ്പെടാം. ഫോൾട്ട് രൂപപ്പെട്ടതിന് ശേഷം ഒരു ഭാഗം താന്നു പോവും, ഒരു ക്രസ്റ്റ് താന്നു പോവും, ഒരു ക്രസ്റ്റ് പൊങ്ങി വരും. പൊങ്ങി വരുന്ന ഭാഗമാണ് ബ്ലോക്ക് മൗണ്ടൻ ആയി മാറുന്നത്. ബ്ലോക്ക് മൗണ്ടൻ ഹോസ്റ്റ് എന്ന് വിളിക്കുന്നു. താന്നു പോകുന്ന ഭാഗം റിഫ്റ്റ് വാലി ആയി മാറുന്നു. അതിനെ നമ്മൾ ഗ്രാബൻ എന്നുകൂടെ വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് മൗണ്ടൻ ആണ്, രണ്ട് ബ്ലോക്ക് മൗണ്ടൻസ് ആണ് വൊസേജസും ബ്ലാക്ക് ഫോറസ്റ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, വൊസേജസ് മൗണ്ടൻസ് ഫ്രാൻസിലാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിലാണ്. അപ്പൊ ഇവിടെ വരുന്ന ബ്ലോക്ക് മൗണ്ടൻസ് ആണ് വൊസേജസും ബ്ലാക്ക് ഫോറസ്റ്റും. അതിൽ വൊസേജസ് ഫ്രാൻസിലാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിലാണ്. ഇവരുടെ ഇടയിൽ രൂപപ്പെടുന്ന റിഫ്റ്റ് വാലിയാണ് റൈൻ വാലി. മിക്കവാറും റിഫ്റ്റ് വാലി കൂടെ ഒരു നദി ഒഴുകുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഒഴുകുന്ന നദിയാണ് റൈൻ റിവർ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എവിടെ ബ്ലോക്ക് മൗണ്ടൻ രൂപപ്പെട്ടാലും അവിടെ ഒരു റിഫ്റ്റ് വാലി ഉണ്ടാവും. എവിടെ ബ്ലോക്ക് മൗണ്ടൻ രൂപപ്പെട്ടാൽ അതിന് തൊട്ടടുത്തായിട്ട് ഒരു റിഫ്റ്റ് വാലി കാണും. ആ റിഫ്റ്റ് വാലി കൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ടാവും. അതിന്റെ പേര് തന്നെയായിരിക്കും ആ റിഫ്റ്റ് വാലിക്ക് നമ്മൾ കൊടുക്കുക. ഇനി ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് വിന്ധ്യ സത്പുര മൗണ്ടൻസ്. ഇന്ത്യയിൽ വരുന്ന ബ്ലോക്ക് മൗണ്ടൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം വിന്ധ്യൻ റേഞ്ചസ്, താഴെ സത്പുര റേഞ്ചസ്. ഓക്കെ, വിന്ധ്യ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വിന്ധ്യയാണ് മുകളിൽ ഇരിക്കുന്നത്. വിന്ധ്യയുടെ താഴെയായിട്ട് ഇരിക്കുന്ന ബ്ലോക്ക് മൗണ്ടൻ ആണ് സത്പുര. ഓക്കെ, ഇനി ഇവരുടെ ഇടയിലൂടെ ഒഴുകുന്ന റിഫ്റ്റ് വാലി ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒഴുകുന്ന ഒരു റിഫ്റ്റ് വാലി ഉണ്ട്. അതിന്റെ പേരാണ് നർമദ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നർമദ, പ്രിലിംസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സത്പുരയുടെ താഴെ കൂടെ മറ്റൊരു റിഫ്റ്റ് വാലി ഒഴുകുന്നുണ്ട്. അതിന്റെ പേരാണ്
തബി അല്ലെങ്കിൽ താപ്തി. അതിൻ്റെ പേരാണ് തബി അല്ലെങ്കിൽ താപ്തി. അപ്പോൾ വിന്ധ്യ സത്പുരയുടെ ഇടയിലൂടെ ഒഴുകുന്ന റിഫ്റ്റ് വാലിയാണ് നർമ്മദ. സത്പുരയുടെ താഴേക്കൂടെ ഒഴുകുന്ന റിഫ്റ്റ് വാലിയാണ് തബി അല്ലെങ്കിൽ താപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ബ്ലോക്ക് മൗണ്ടൻസ് ഇവരാണ്. അപ്പോൾ ബ്ലോക്ക് മൗണ്ടൻസിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മൗണ്ടൻ ആണ് വോൾക്കാനിക് മൗണ്ടൻ. സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ വോൾക്കാനിക് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ. വോൾക്കാനിക് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വോൾക്കാനിസത്തിൽ ലാവ പുറത്തു വന്ന് ആ ലാവ സോളിഡിഫൈ ചെയ്തുണ്ടാവുന്ന മൗണ്ടൻസിനെയാണ് വോൾക്കാനിക് മൗണ്ടൻസ് എന്ന് പറയുന്നത്. വോൾക്കാനിക് മൗണ്ടൻസ് ആർ ഫോംഡ് ബൈ ദ അക്യൂമുലേഷൻ ഓഫ് ലാവ. ഓക്കെ, അതായത് ലാവ പുറത്ത് വന്ന് അത് സോളിഡിഫൈ ചെയ്ത് ഉണ്ടാവുന്ന മൗണ്ടൻ ആണ് വോൾക്കാനിക് മൗണ്ടൻ. അപ്പോൾ ലാവ അക്യൂമുലേറ്റ് ചെയ്തുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുക മൗണ്ടൻസ് ഓഫ് അക്യൂമുലേഷൻ എന്നാ. അപ്പം മൗണ്ടൻസ് ഓഫ് എലവേഷൻ ആരായിരുന്നു? ഓൾറെഡി നമ്മൾ പഠിച്ചു. മൗണ്ടൻസ് ഓഫ് എലവേഷൻ ആരാ? അത് ഫോൾഡ് മൗണ്ടനാ. അതുപോലെ ഇവിടെ വരുന്ന മൗണ്ടൻസ് ഓഫ് അക്യൂമുലേഷൻ ആണ് വോൾക്കാനിക് മൗണ്ടൻ. എന്തുകൊണ്ടാണ് വോൾക്കാനിക് മൗണ്ടൻ നമ്മൾ മൗണ്ടൻസ് ഓഫ് എലവേഷൻ അക്യൂമുലേഷൻ എന്ന് വിളിച്ചത്? കാരണം ലാവ അക്യൂമുലേറ്റ് ചെയ്താണ് ഇത് രൂപപ്പെടുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ വോൾക്കാനിക് മൗണ്ടൻസ് കാണുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ്, അല്ലെങ്കിൽ പസഫിക് ഓഷ്യന് ചുറ്റുമാണ്, സർക്കം പസഫിക് ബെൽറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വോൾക്കാനിക് മൗണ്ടൻസ് ഉണ്ടാവുന്നത് വോൾക്കാനിക്സം വഴി പുറത്തു വരുന്ന ലാവ സോളിഡിഫൈ ചെയ്തിട്ടാണ്. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ 1-2 എക്സാമ്പിൾസ് ചെയ്തിട്ടുള്ളൂ. മൗണ്ട് ഫ്യൂജി ഇൻ ജപ്പാൻ, മൗണ്ട് കോട്ടോപാക്സ് ഇൻ ഇക്വഡോർ, മൗണ്ട് അഗങ് ഇൻ ബാലി. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു UPSC ആസ്പിരൻ്റ് ആണെങ്കിൽ ഈ വർഷത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കുമ്പോൾ ആ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഈ വർഷം എപ്പോഴെങ്കിലും ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ വോൾക്കാനോൻ്റെ പേരും അത് കാണുന്ന രാജ്യവും എഴുതി വെക്കണം. കാരണം UPSC പലപ്പോഴും വോൾക്കാനോസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. UPSC ഒരു തവണ ചോദിച്ച ചോദ്യമാണ് മൗണ്ട് സൊമേരു എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കാരണം ആ വർഷം മൗണ്ട് സൊമേരു എന്ത് ചെയ്തു? ഇറപ്റ്റ് ചെയ്തു. അത് ഇന്തോനേഷ്യ. അതുപോലെ ബാരൻ വോൾക്കാനോനെ കുറിച്ച് UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ UPSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ് വോൾക്കാനോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ വോൾക്കാനോസ് ന്യൂസ് പേപ്പറിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിരിക്കുന്ന റീജിയൻ ഏതാണ് എന്നൊന്ന് നോക്കിയേക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് മൗണ്ടൻ ആണ് റെസീജ്വൽ മൗണ്ടൻ. എന്താണ് റെസീജ്വൽ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ? ആ പേര് തന്നെ ഉണ്ട്, റെസിജ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അവശിഷ്ടം എന്നാണ് അർത്ഥം. ഇപ്പൊ റെസീജ്വൽ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? അവശിഷ്ട പർവ്വതങ്ങൾ. അതായത് വേറെ ഒന്നുമില്ല, പണ്ട് എപ്പോഴോ രൂപപ്പെട്ട ഒരു മൗണ്ടൻ, ആ മൗണ്ടന് തേയ്മാനം നടന്ന് അതിൻ്റെ ഹൈറ്റ് കുറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസീജ്വൽ മൗണ്ടൻ എന്ന് പറയുന്നത്. അതായത് മൗണ്ടൻസ് ഇവോൾവ് ബൈ ഡെന്യൂഡേഷൻ വഴി ഇവോൾവ് ചെയ്യപ്പെട്ട മൗണ്ടൻസ് ആണ് റെസീജ്വൽ മൗണ്ടൻ. മൗണ്ടൻസ് ഇവോൾവ് ബൈ ഡെന്യൂഡേഷനെയാണ് നമ്മൾ റെസീജ്വൽ മൗണ്ടൻ എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് ആരവല്ലിയും ഉറാൽ മൗണ്ടൻസും. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ആരവല്ലിയും ഉറാൽ മൗണ്ടൻസും ഓൾഡ് ഫോൾഡ് മൗണ്ടൻ അല്ലേ? അതെ, ഓൾഡ് ഫോൾഡ് മൗണ്ടൻ തന്നെയാണ് റെസീജ്വൽ മൗണ്ടൻ. കാരണം എന്താ? ഓൾഡ് ഫോൾഡ് മൗണ്ടൻ രൂപപ്പെട്ടപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അത് പണ്ട് രൂപപ്പെട്ട ഫോൾഡ് മൗണ്ടനാണ്. അത് പണ്ട് രൂപപ്പെട്ടപ്പോൾ അതിന് ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ പ്ലേറ്റ് ബൗണ്ടറി ഇനാക്റ്റീവ് ആയി കഴിഞ്ഞപ്പോൾ അതിൽ ഡെന്യൂഡേഷൻ പ്രോസസ്സ് മാത്രം കണ്ടിന്യൂ ചെയ്തു. അതിന്റെ ഫലമായിട്ട് അതിന്റെ ഹൈറ്റ് കുറഞ്ഞു വന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ റെസീജ്വൽ മൗണ്ടൻ എന്ന് പറയുക. മൗണ്ടൻസിന്റെ ഹൈറ്റ് കുറഞ്ഞ് ഡെന്യൂഡേഷൻ നടക്കുന്ന മൗണ്ടനുകളെയാണ് റെസീജ്വൽ മൗണ്ടൻ. അപ്പോൾ റെസീജ്വൽ മൗണ്ടനും ഓൾഡ് ഫോൾഡ് മൗണ്ടനും ഏകദേശം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഉറാൽ മൗണ്ടൻസ് കാണാം. ഉറാൽ മൗണ്ടൻസ് ഇരിക്കുന്നത് റഷ്യയിലാണ്. അത് ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ തരംതിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഏഷ്യ ആയിരിക്കും, ഇവിടെയാണെങ്കിൽ യൂറോപ്പാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗണ്ടൻസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാപ്പാണ്. അപ്പോൾ ഇതിൽ ഓരോ മൗണ്ടൻസിൻ്റെയും പൊസിഷൻ അറിഞ്ഞിരിക്കണം. ഓരോരുത്തർ എവിടെയാണ്, എന്ത് ടൈപ്പാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. UPSC പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വേറെ ലാൻഡ് ഫോംസിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ആ ലാൻഡ് ഫോംസ് എവിടെയാണ് കാണുന്നതും എന്ന് നോക്കാം. അതായത് വരുന്ന വീഡിയോസിൽ നമ്മൾ മാപ്പിംഗ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ന്യൂസിൽ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ ന്യൂസിൽ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന റിവേഴ്സോ അങ്ങനെയുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.